നിന്റെ പദ്ധതി തന്നെ എന്റെ അതായത് മനുഷ്യമൂത്രത്തിൽ നിന്നും ഉറുമ്പിനെ കൊണ്ട് എങ്ങനെ പഞ്ചസാര ടെസ്റ്റ് ചെയ്യാം. ഇതാവത് ആശാൻ എന്ത് മണ്ടത്തരം ആശാന ഈ പറയുന്നേ? ഇപ്പൊ ഉള്ള പരിപാടിയൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതിന് ചോര വേണം. ഇതാവുമ്പോ 2 തുള്ളി മൂത്രം മതി. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടി നമുക്ക് വേണം. പരിപാടി നമുക്ക് വേണം. ആ ചൂടം മരം വേണ്ട, അതിന് ഇത്രയും മാത്രം ഉറുമ്പിനെ അവിടെ നിന്ന് കിട്ടും. ഉറുമ്പിനെ നമ്മളെ വളർത്തണം. വളർത്തണം. ആശാനെ ഉറുമ്പിന്റെ ആഹാരം എന്തുവാണ്? ഉറുമ്പിന്റെ ആഹാരം ലഡു. ലഡു ആണ് ഉറുമ്പിന്റെ ആഹാരം. ഉറുമ്പ് തിന്നുന്നത് ലഡു ആണ്. ലഡു ആശാനെ എല്ലാ ദിവസവും ലഡു കൊടുത്താൽ ഉറുമ്പിന് ഷുഗർ വരില്ലേ? പിന്നെ അതിനെയും കൊണ്ട് നമ്മൾ ഓടണം ആശുപത്രിയിലേക്ക്. എനിക്ക് ആ സാധനം പോയില്ല. അത് നമ്മൾ ആലോചിച്ചില്ല അല്ലേ? പ്രശ്നമാണ്. അത് നല്ല പ്രശ്നമാണ്. അത് മാത്രമല്ല, മനുഷ്യന്മാർ ഇത് പരിശോധിക്കാൻ വേണ്ടി വന്നാല് അവരുടെ ഈ QR കോഡ് കടിച്ച പ്രശ്നമാണ്. അത് ശരിയാണ്. ഉറുമ്പ് അടിച്ചാൽ പെടുക്കാൻ പറ്റൂല. എനിക്ക് അനുഭവം ഉണ്ട്. ആശാനെ നമ്മുടെ ആവശ്യം എന്താണ് ഇപ്പോൾ? ആവശ്യം 3 നേരം ഭക്ഷണം അല്ലേ? അതെ, 3 നേരം ഭക്ഷണം. ആശാനെ അത് കിട്ടണ ഒരു സ്ഥലം ആൻഡോയ്ക്ക് അറിയാം. അമ്പലത്തിലും പള്ളിയിലൊന്നും പോയി സപ്താഹത്തിന് ക്യൂ നിൽക്കാൻ ഞാനില്ല. എനിക്ക് വയ്യ. ക്യൂ നിന്നാ ഇപ്പൊ കിട്ടും. അതേതെങ്കിലും പൈസ ഉള്ളവന്മാര് കൊണ്ടുപോകണേ. പാവപ്പെട്ടവനെ കിട്ടിയാ കിട്ടി. ആശാനെ രാവിലെ ദോശ, ഉച്ചയ്ക്ക് മീൻകറി, ഊണ്. ആശാനെ രാത്രി മട്ടൻ കറി, പപ്പടം കാണോ? എല്ലാം ഉണ്ട്. പപ്പടും കൊണ്ടാട്ടും എല്ലാം ഉണ്ട്. എവിടെ ആശാനെ ജയിലിൽ സർക്കാർ സ്കൂളിലെ പിള്ളേർക്ക് പയറും കഞ്ഞി, എന്നിട്ട് അവന്മാർക്ക് ജയിലിൽ മട്ടൻ. ആശാനുവിന്റെ വാക്കും കേട്ടിരിക്കാതെ വല്ല തൊഴിലുറപ്പിനും പോയാൽ ഡെയിലി 300 രൂപ വന്നു. അല്ല, അതിന്റെ പദ്ധതി കൊള്ളാം. നമ്മൾ ഈ അത്തപ്പാടി കേസുമായി നടക്കുന്ന കാരണം പോലീസുകാർക്ക് എല്ലാവർക്കും അറിയാം. ആരും നമ്മളെ പിടിക്കൂല. പിന്നെന്ത് ചെയ്യും? ആശാനെ പിടിക്കുന്ന രീതിയിലുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിക്കണം. ആശാൻ വിചാരിച്ചാൽ നടക്കും. ഞാൻ ഈ വയ്യാത്ത നടുവും വെച്ചിട്ട് പീഡനം എന്നെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ ഈ ആകെയുള്ളത് 200 രൂപയാണ്. ഇതും വെച്ച് വല്ല കൈബോംബ് അല്ലെങ്കിൽ കൈത്തോക്കം ഉണ്ടാക്കിയിട്ട് വല്ല ബാങ്ക് കൊള്ളയടിക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല. വഴിയുണ്ട്. റോഡിൽ കൂടെ പോകുന്ന ഒരുത്തരെ പിടിച്ച് കാലം തല്ലി പിടിച്ചാ പോരെ? സിമ്പിൾ. നമ്മളെ പിടിച്ചോണ്ട് പോകും പോലീസ്. എടാ മണ്ട, അതിന് അധോലോകം വേണ്ടേ? അത് വേണ്ടേ? ഇല്ലെങ്കിൽ രൂപീകരിക്കണം. പല അധോലോകവും ഉണ്ടായത് അങ്ങനെയാണ്. ആണോ? അതിന് പക്ഷെ നമ്മളിത് ഈ മുംബൈ പോയി ഇത് രജിസ്ട്രേഷൻ ചെയ്യണ്ടേ? ആ നിയമം മാറി. ഒരു ബൾബും ഇവിടെ ഒരു കിളിവാതിലും മതി ആശാന്. അവർ അംഗീകരിക്കും നമ്മളെ അധോലോകമായിട്ട്. അത്രേ ഉള്ളൂ. അത് കൊള്ളാം. ആ പരിപാടി കൊള്ളാം. അപ്പൊ നമുക്ക് ഈ അധോലോകത്തിനിടാൻ വേണ്ടിട്ടൊരു പേര് വേണ്ടേ? പേര് വേണം. അത് വേണം. അപ്പൊ നല്ലൊരു പേര് നിങ്ങൾ ഇനി ആരും എങ്ങും പോണ്ട. നല്ലൊരു പേര് ഞാൻ പറയാം. നല്ല തനിമയുള്ള പേരായിരിക്കണം. അത് തന്നെയാണ് പേര്. തനിമ അധോലോകം. ഓ, വണ്ടർഫുൾ. നല്ല പേര്. കൊള്ളാം. ഇതെന്തോന്ന് കുടുംബശ്രീ യൂണിറ്റാ?